ഹായ് എവരിവൺ, നമ്മളിന്ന് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ പുതിയൊരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. എ പ്രോട്ടോൺ ഓഫ് മാസ് 1.67 into 10 to -27 kilogram and charge 1.6 into 10 to -19 coulomb is projected with a speed of 2 into 10 to 6 meter per second at an angle of 60 degree to the x-axis. If a uniform magnetic field of 0.104 Tesla is applied along the y-axis, then the path of the proton. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് ഒരു പ്രോട്ടോൺ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒബ്ലിക്കായിട്ട് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ അതിനകത്ത് അതിൻ്റെ മുന്നോട്ടുള്ള പാത്ത് എന്ത് ഷേപ്പിലായിരിക്കും, ആ പാത്തിൻ്റെ റേഡിയസ് എത്രയായിരിക്കും, അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇത് ഒബ്ലിക്കായിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഒബ്ലിക്കലി എൻ്റർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്ന ഷേപ്പ്? അത് ഹെലിക്സ് ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് പാർട്ടിക്കിൾ ഒബ്ലിക്കലി എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഹെലിക്കൽ പാത്തായിരിക്കും ഉണ്ടാകുന്നത്. നൗ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ് തെറ്റാന്നുള്ള കാര്യം മനസ്സിലായി. സെക്കൻഡ് രണ്ട് ഓപ്ഷൻസിലാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അവിടെ റേഡിയസ് രണ്ടിനും ഡിഫറെൻ്റ് ആണ്, ടൈം പീരീഡും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ബട്ട് സ്റ്റിൽ നമുക്ക് രണ്ടും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിൽ ആദ്യമായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ തിയറിയാണ്. അപ്പോൾ ഇതിൻ്റെ തിയറിയിൽ നമുക്കിത് തന്നിട്ടുണ്ട്. എന്താണ് തീറ്റ? തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കണം. ഇനി റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R = mv sin θ by qb ആണ്. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πm/qb ആണ്. ഓക്കെ, വാല്യൂസൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ മാസ് കറക്റ്റായിട്ട് കൊടുത്തു, ചാർജ് കറക്റ്റായിട്ട് കൊടുത്തു. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി വെലോസിറ്റിയും ഇട്ട് കൊടുത്തു, മാഗ്നറ്റിക് ഫീൽഡ് ഇട്ട് കൊടുത്തു. പക്ഷേ എന്നാൽ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് ഞാൻ 60 ഡിഗ്രിക്ക് പകരം ഇട്ട് കൊടുത്തത് 30 ഡിഗ്രിയാണ്. അതിന് കാരണം നമ്മൾ എടുക്കേണ്ട തീറ്റ മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിക്കും ഇടയ്ക്കുള്ളതാണ്. എന്നാൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വെലോസിറ്റിയും എക്സ് ആക്സിസും ആയിട്ടുള്ളതാണ്. അതാണ് 60 ഡിഗ്രി. നമുക്ക് വേണ്ട മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് തീറ്റയ്ക്ക് 30 ഇട്ട് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0.1 മീറ്റർ എന്നായിരിക്കും റേഡിയസ് കിട്ടുന്നത്. ഒബ്വിയസ്ലി അതേപോലെ തന്നെ ടൈം പീരീഡ് നമുക്ക് ഇതുപോലെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു.